Good morning, all. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, all. Good morning, miss. Good morning, ma'am. Good morning. Good morning, ma'am. ലാസ്റ്റ് ക്ലാസ് നമുക്ക് ടെക്നിക്കൽ ഇഷ്യൂ കാരണം കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ലല്ലോ ഇന്നലെ. അപ്പൊ നമ്മൾ എടുത്തോണ്ടിരുന്നത് ഫുഡ് ഐറ്റംസ്, ഇൻഫെക്ഷൻസ് വരുന്ന ഫുഡ് ഐറ്റംസ് ആണ്. സൗണ്ടിന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്, അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇന്നാരാ പ്രയർ? ഞാനാണ് പ്രയർ. ഓക്കെ, നമ്മൾ പറഞ്ഞോട്ടോ. Okay. Good morning, ma'am, and good morning, my dear friends. I am Liji from Ernakulam. Let's pray. Everything I am, everything I will, and give it to you, Lord, and give it to you, Lord, and do it thankfully, thankfully. Everything I have, all you given me, and give it to you, Lord. I give it to you, Lord, and do it thankfully, thankfully. Every song I sing, every praise I bring, everything I do is a gift to you, is a gift to you, is a gift to you. Thank you. നന്നായിരുന്നു കേട്ടോ. സൈൻ ആരാ പറയുന്നേ? സൈൻ ആരാ പറയുന്നേ? ആരും പറയാനില്ലെങ്കിൽ ഞാൻ പറയാം. ആരും പറയാനില്ലേ? പറഞ്ഞു ജോളി. Good morning, ma'am and all. I am Jolly from Chennai. Quote of the day says, APJ Abdul Kalam. To succeed in your mission, you must have single-minded devotion to your goal. Sign in, Jolly. ഓക്കെ, നമ്മള് സൈൻ പറയുമ്പോ നിങ്ങൾക്ക് ചെറിയ ഷോർട്ട് സ്റ്റോറി, 1 minute സ്റ്റോറി, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഗെയിം ഒക്കെ വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യാ, സൈൻ പറഞ്ഞു നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരു ഷോർട്ട് സ്റ്റോറി പറയാം, അല്ലെങ്കിൽ നമ്മളെ എനർജറ്റിക് ആക്കുന്ന രീതിയിൽ ചെറിയ സോങ്ങുകളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാ, സൈൻ ഇൻ ചെയ്ത് നോക്കുക. കാരണം ബാക്കിയുള്ള ബാച്ചിലെ പിള്ളേരൊക്കെ തോട്ട് ഓഫ് ദ ഡേ സെപ്പറേറ്റ് ആയിട്ടും സൈൻ ഇൻ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ സൈൻ ഔട്ടും ഇതേപോലെ തന്നെ നമുക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ച് കൺക്ലൂഡ് ചെയ്യാം. ദെൻ എന്തെങ്കിലും ഒരു ചെറിയ ഒരു എന്താ സ്റ്റോറിയോ, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് മുമ്പ് നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ബെല്ലടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ടീച്ചേഴ്സ് നമുക്കൊരു സോങ് ഒക്കെ പാടിത്തരുമ്പോ നമ്മൾ ആ ഡേ മൊത്തം ആ സോങ് ആയിരിക്കും നമ്മൾ പാടിക്കൊണ്ടെടുക്കുന്നത്. അങ്ങനെ മുമ്പ് ഞങ്ങളുടെ സ്കൂളിലൊക്കെ അങ്ങനെയായിരുന്നു. അതേപോലെ ചെറിയൊരു സോങ്ങും കൂടി, സോങ്ങോ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടോപ്പിക്കുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൂടി കൊണ്ടുവരാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്നിട്ട് അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും നോക്ക് കേട്ടോ. PG ക്ലാസ്സിൽ സൈൻ ഇൻ സൈൻ ഔട്ട് ഒക്കെ പറഞ്ഞ് കണ്ടോ? PG കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. കേട്ടില്ല മാം. PG-ല് പറയുന്നുണ്ട്. PG സൈൻ ഔട്ട് സൈൻ ഇൻ ഒക്കെ പറയുന്നത് കേട്ടോ നിങ്ങൾ? പറയാറുണ്ട് മാം. സോങ് ഒക്കെ അല്ലേ, 1 minute സോങ് ഒക്കെ അല്ലേ? പറയാറുണ്ട്. 1 minute സോങ് ഒക്കെയാണ് അവര് പ്രസന്റ് ചെയ്യാറ്. അല്ല മാം, രണ്ടെണ്ണം പറയണോ? അങ്ങനെയില്ലല്ലോ. സാധാ പോലെ നമ്മളിപ്പോ പറയുന്ന പോലെ ഒരു സൈൻ പറയും, അങ്ങനെ ഉള്ളൂ. അങ്ങനെ തന്നെയാണ്, വേറെ ഒന്നുമില്ല, കോഡ്സ് ഒന്നുമില്ല. കോഡ്സ് ഉണ്ട്, സോങ് ഒന്നുമില്ല. ജസ്റ്റ് സൈൻ ഇൻ പറയും. ചെറുതായിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ സബ്മിറ്റ് ചെയ്താൽ മതി ദീപ.
വർക്ക് തന്നിരിക്കുന്നത്. ഇനി മുതല് നമ്മൾ MT8 ആണല്ലോ. അപ്പം ഇനി മുതല് ഷെറീന മിസ് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവില്ല. ഷെറീന മിസ്സിന് പകരം നിങ്ങൾക്ക് ജിഷ ടീച്ചർ ആയിരിക്കും ക്ലാസ് കണ്ടക്ട് ചെയ്യണേ കേട്ടോ. അപ്പൊ ഷെറീന മിസ്സിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യം എങ്ങനെയാ മാം? ഷെറീന സബ്മിറ്റ് ചെയ്താൽ മതി. തന്ന ലിങ്കിൽ അങ്ങ് സബ്മിറ്റ് ചെയ്തിരുന്ന റിസൾട്ട് കിട്ടിക്കോളോ? ഞങ്ങൾക്ക് കിട്ടിക്കോളൂ കേട്ടോ. പറഞ്ഞിട്ടുള്ള രീതിയിൽ സബ്മിറ്റ് ചെയ്താൽ മതി. കാരണം സബ്മിറ്റ് ചെയ്യുന്നതിനാണ് മാർക്ക്, അല്ലാതെ നിങ്ങൾ ചെയ്ത വർക്ക് നോക്കിയിട്ടല്ല. ഞങ്ങൾക്ക് ഇന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇന്ന റെക്കോർഡുകൾ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ടൈം കൂടുതൽ 2 അവർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ തന്നെ കൂടുതൽ ആക്ടിവിറ്റീസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ അതനുസരിച്ച് മാർക്ക് ഇടുന്നത്. ബാക്കി ടൈം കുറവുള്ളവര് അസൈൻമെന്റ്സ് അതേപോലെ തരുന്നത് കേട്ടോ. അപ്പോ ഇനി മുതൽ ടീച്ചർ ആയിരിക്കും. മാം സബ്മിറ്റഡ് ടു ഷെറീന മിസ് തന്നെ എഴുതി, ഷെറീന മിസ് അല്ലേ പറഞ്ഞു. അപ്പം സബ്മിറ്റഡ് ടു ഷെറീന മിസ് തന്നെ വെച്ചാൽ മതിയല്ലോ നമുക്ക് അസൈൻമെന്റ്. മതി. ഓക്കെ ഓക്കെ. ജോളിനെ കുറിച്ച് കമന്റ് കേട്ടു തുടങ്ങിയാലോ? PG ക്ലാസ് വരുന്നു. എന്തോ മാം? എന്തെങ്കിലും സംശയങ്ങളൊക്കെ PG-യിലേ PG ഹാൻഡിൽ ചെയ്യുന്നത് ജിഷ ടീച്ചറും അതേപോലെ തന്നെ അശ്വതി ടീച്ചറുമാണ്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് അവര്. അതേപോലെ ജിഷ ടീച്ചറാണ് മോണ്ടിസോറിയുടെ ഹെഡ്. വെച്ചാല് നമ്മളുടെ ക്ലാസ്സുകളിലേക്ക് ആകെ ഒരു ബാച്ചിൽ മാത്രമേ ജിഷ ടീച്ചർ ഉണ്ടാവാനേ ഉള്ളൂ. MT8 ആ ഒരു ബാച്ചിലേക്കാണ് ജിഷ ടീച്ചർ വരുന്നത്. അതിന് പകരം ഷെറീന ടീച്ചർ വിട്ടതാണ്. ബട്ട് കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് ജിഷ ടീച്ചർ വരുന്നുണ്ട്. അപ്പൊ PG-യില് ക്ലാസ്സുകൾ നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കാം. ചില കുട്ടികളെ കുറിച്ച് കമന്റുകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഏത് ബാച്ചിലാണ് ആരാണ് ക്ലാസ് ഇൻചാർജ് എന്നൊക്കെ ചോദിക്കുമ്പോ എനിക്കായിരിക്കും കംപ്ലൈന്റ് ഇത് വരുന്നത്, എന്റെ ക്ലാസ്സിലെ കുട്ടിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നല്ല രീതിയിൽ മാം ജോളി വർഗീസ് കമന്റ് ഇട്ടെന്ന് പറഞ്ഞ എന്ത്? ഞാൻ ഒന്നും കമന്റ് ഇട്ടില്ലല്ലോ. അല്ല, മറ്റു തർക്കിക്കാനൊന്നും പോയിട്ടില്ല, അങ്ങനൊന്നുമില്ല അല്ലെ? ഇല്ല, ചിലപ്പോ മാറിപ്പോയതായിരിക്കും കേട്ടോ. എന്താ മാം? മാറിപ്പോയതായിരിക്കും. ഞാൻ കമന്റ് ഇട്ടിട്ടില്ല. ഒരു മിസ്സിനും എതിരായിട്ട് കമന്റ് ഒന്നും ഇട്ടിട്ടില്ല ഞാന്. ചിലപ്പോ മാറിയതായിരിക്കും കേട്ടോ. അങ്ങനെ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. എല്ലാവരും ബാച്ചിലും ഒരുമിച്ച് വന്നപ്പോ നമ്മളുടെ പുതിയ കുട്ടികള് നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ എല്ലാരും. മാം ജോളി വർഗീസിന് എഴുതി ആരെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടോ? ഞാൻ ആർക്കും ഒരു മെസ്സിന്റെ കാര്യത്തിൽ ഒരു കമന്റ് ഇട്ടിട്ടില്ല. താഴെ ഒരു പ്രാവശ്യം എല്ലാവരും ഇട്ടപ്പോ പിന്നെ ഷോർട്ട് കണ്ടന്റ് ഇൻ മറിയ മോണ്ടിസോറി ഇൻ ഇംഗ്ലീഷ് മാം ഹോപ്പ് വെൽ എന്നിട്ടിട്ടുണ്ട്. എല്ലാവരും ഇട്ടപ്പോ അതിന്റെ ഏറ്റവും താഴെ അത്രയും മാത്രം ഇട്ടിട്ടുണ്ട്, ബാക്കി ഒന്നും ഇട്ടിട്ടില്ല ആർക്കും. ഒരു മിസ്സിനും ഞാൻ കമന്റ് ഇട്ടിട്ടില്ല. ഞാൻ കമന്റ് അങ്ങനെ ഇടാറില്ല. ഇപ്പൊ ഒരു കാര്യത്തിലും കമന്റ് ഇടുകയോ കൈ കൊടുപ്പോ അങ്ങനെ ഒന്നും വലുതായിട്ട് ചെയ്യാറില്ല. ഞാനതല്ല പറഞ്ഞത്. അന്ന് കുറെ ഡൗട്ട്സ് വന്നപ്പോഴത്തേക്ക് ജോളി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൗട്ട്സ് നിങ്ങൾ മാക്സിമം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, അങ്ങനെ ചോദിക്കുന്നൊക്കെ ഒരു പറഞ്ഞായിരുന്നു. ചിലപ്പോൾ അതായിരിക്കാം അവര് പറഞ്ഞത്. ചിലപ്പോ ചെറിയ പ്രശ്നം പറഞ്ഞു. അതെല്ലാവരും പറഞ്ഞ കാര്യം. അതിനുള്ള പ്രശ്നമുണ്ടോ? അല്ല, ഡിപ്ലോമയിൽ ഡൗട്ട് വന്നിരിക്കണേ, പ്രശ്നം വന്നിരിക്കുന്നത് PG-ന്നാണ്. നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കാട്ടോ. നമ്മൾ കോമൺ ചൈൽഡ് ഡിസീസ് ആണ്. അപ്പൊ നിങ്ങൾ PG ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോ ഇത്തിരി റെസ്പെക്റ്റോട് കൂടി ടീച്ചേഴ്സിനോട് പെരുമാറാട്ടെ, എല്ലാവരോടും. അല്ലെങ്കിൽ റെസ്പെക്ട് എല്ലാവരോടും വേണം, എന്നാലും കുറച്ച് കൂടുതൽ റെസ്പെക്ട് കൊടുത്തേക്ക്. അധികം എന്താ പറയാ, ബാക്കി എല്ലാ പിള്ളേരും കോഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള പിള്ളേരാണ്. അപ്പൊ അവർക്കൊക്കെ കൂടുതൽ എന്താ പറയാ, കുറെ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് അറിയാം. നമുക്ക് അത്രയും അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് കുറച്ച് റെസ്പെക്ട് കൊടുത്തേക്ക്. എന്റെ പിള്ളേരെ കുറിച്ച് മറ്റുള്ളവർ കമന്റ് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. നോക്കാം. ഓക്കെ, അപ്പം
നമ്മുടെ ഇൻഫെക്ഷൻ ഡിസീസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫുഡ്, വാട്ടർ, എയർ വഴിയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നു പറഞ്ഞു. എയർ ആണ് പറഞ്ഞത്. എയർ വഴി നമുക്ക് ഒരുപാട് അസുഖങ്ങൾ എന്ത് വരുന്നുണ്ട്, സ്പ്രെഡ് ആവുന്നുണ്ട്. കഫ്, കോൾഡ്, മെലൈസിസ്, അതേപോലെ സ്മോൾ ബോക്സ്, ചിക്കൻ ബോക്സ്, അതേപോലെ ട്യൂബർകുലോസിസ്, അങ്ങനെ പറയുന്ന ഒരുപാട് അസുഖങ്ങൾ എയർ വഴി സ്പ്രെഡ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് ആണ്. ബിസൈഡ്സ് ഫ്ലൈസ്, ഈച്ചകൾ കൂടാതെ മോസ്കിറ്റോസ് വഴി നമ്മൾ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. റാറ്റ്, എലി വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളില്ലേ മക്കളെ? എലിപ്പനി, എലിപ്പനി അത് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നില്ലേ? എലി വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ്. അപ്പൊ പിന്നെ ഒരുപാട് അതർ ക്രീച്ചേഴ്സ്, നമ്മൾ വളർത്തുന്നായ, അതേപോലെ തന്നെ ചെറിയ ചെറിയ അനിമൽസുകള്, ബേർഡ്സുകള്, അവരൊക്കെ വഴി നമുക്ക് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ബേർഡ്സ് വഴി ഏത് അസുഖം സ്പ്രെഡ് ആവുന്നത്? കോമൺ ആയിട്ട് അറിയാലേ, നിപ്പ എന്ന് പറയുന്ന അസുഖം ബേർഡ് വഴിയാണ് സ്പ്രെഡ് ചെയ്യണേ. പക്ഷിപ്പനി, കോഴി വഴി, താറാവൊക്കെ വഴി പക്ഷിപ്പനി സ്പ്രെഡ് ചെയ്യുന്നില്ലേ? ഓക്കെ. മോസ്കിറ്റോസ് വഴി ചിക്കൻ ഗുനിയ അതൊക്കെ വരുമോ ഇത്തപ്പോ? ഇൻസെക്ട്സ്, മോസ്കിറ്റോസ് വഴി ചിക്കൻ ഗുനിയ, മലേറിയ, പിന്നെ എന്തൊക്കെയാണ്? ഡെങ്കിപ്പനി, ഡെങ്കു, കുരങ്ങ് പനി, കുരങ്ങുപനി. ഓക്കെ. നമ്മളുടെ തലയിലെ തേൻ കാരണം വരുന്ന പനി ഏതാണ്? ചെള്ളുപനിയാണോ? ഒരു തരം ചെള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു പനിയാണ് ചെള്ളുപനി. എന്താണ് ചെള്ളുപനി? ഒരു പ്രത്യേക തരം ചെള്ളുപനി ഉണ്ടാവുന്ന പനിയാണോ അത്? തേൻ വഴിയും അത് തന്നെയാണോ? ടെഞ്ച് ഫീവർ. ടെഞ്ച് ഫീവർ പറയുന്നുണ്ട്. കിടങ്ങു പനി തേൻ വഴി സ്പ്രെഡ് ചെയ്യുന്ന ഒരു പനിയാണ്. എന്താണ്? സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിൽ പറ്റാണെങ്കിൽ കാണിച്ചതാ. നോട്ടെ. ഇതാണ് ഡെങ്കി ഫീവർ എന്ന് പറയുന്നത്. ഇത് തേനല്ലേ? അതെ മാം, അതെ. ഇത് തേൻ അതങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടാവോ മാം? അങ്ങനെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങള് പഠിപ്പിക്കുന്ന കുട്ടികളെ കാണൂലേ? അപ്പൊ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ്, ഒരുപാട് കുട്ടികളെ കാണാത്തതുകൊണ്ടാണ്. കാരണം ഇല്ലേ, നമ്മൾ ഈ പെൺകുട്ടികളുടെ തലയിൽ നിറച്ച് പെയിനായിട്ടില്ലേ, തല മൊത്തം പെയിനായിട്ട് നമ്മളത് കാണും. നിപ്പ സ്പ്രെഡ് ചെയ്യും. പക്ഷെ നിപ്പയുടെ വെച്ചാല് നിപ്പ എന്ന് പറയുന്ന പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ബേർഡ്സിൽ നിന്നാണ്, വവ്വാലിൽ നിന്നാണ്. നമ്മുടെ ഇവിടെ സ്പ്രെഡ് ചെയ്ത അസുഖം അതല്ല, വവ്വാലിൽ നിന്നാണ് ഫസ്റ്റ് അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുന്നത് ടെഞ്ച് ഫീവർ ആണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Besides flies, mosquito, insects, rats, and other creatures like pet dogs, farm animals, and even birds are responsible for carrying of infections. ഈ പറഞ്ഞിട്ടുള്ള അനിമൽസും അതർ ക്രീച്ചേഴ്സും നമുക്ക് എന്ത് വരുത്താനുള്ള അസുഖങ്ങൾ വരുത്താനുള്ള കാരിയേഴ്സ് ആണ്. ഇത്തിരി പ്രശ്നമുണ്ട്. എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ സൗണ്ടിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഫിലാരസിസ്, ടൈഫോയിഡ്, മന്ത്, ടൈഫോയിഡ്, മലേറിയ, പ്ലേഗ്, കോളറ, ടെഞ്ച് ഫീവർ. ഇതിൽ നിങ്ങൾക്ക് അറിയാത്തത് മന്ത് അറിയാം. ടെഞ്ച് ഫീവർ അല്ലേ? അതാണ് ഞാൻ കാണിച്ചെന്ന മലയാളത്തിൽ നമ്മളുടെ കിടങ്ങ് പനീന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു പനിയുണ്ട്. ഡ്രിങ്ക് ലൈക്ക് വാട്ടർ, ഐസ്, സോർബറ്റ്സ്. നിങ്ങള് പുറത്തൊക്കെ പോകുമ്പോ ഈ പറഞ്ഞിട്ടുള്ള ഐസും വാട്ടറും ഒക്കെ കുടിക്കാറുള്ളവരല്ലേ? മാക്സിമം കുട്ടികളെയും കൊണ്ട് പുറത്തു പോകുമ്പോ ഒരു ബോട്ടില് നല്ല വെള്ളം നമ്മുടെ വീട്ടിൽ നിന്ന് ക്യാരി ചെയ്യുക. തിളപ്പിച്ചാറ്റിയ വെള്ളം ക്യാരി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതുവഴി അസുഖങ്ങൾ വരും. അവർ ഈ എടുക്കുന്ന വെള്ളം നല്ലതാണെന്നോ
അല്ലെങ്കിൽ നല്ല വൃത്തിയിലുള്ള ഒരു സാഹചര്യത്തിലാവണം ഇതൊക്കെ കൊടുക്കണേന്നോ ഒന്നും ഉറപ്പുവരുത്താൻ പറ്റില്ല. സർബത്താവട്ടെ, ഐസ് ആവട്ടെ, വാട്ടർ ആവട്ടെ, എന്താവട്ടെ, നമ്മളിപ്പോ കോഫീസോ ടീയോ ഒക്കെ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഓപ്പൺ ആയിട്ടുള്ള പ്ലേറ്റ്സിലൊക്കെയാണ് അതെന്ത് ചെയ്യുന്നത്, അവര് വിൽക്കുന്നതൊക്കെ. നമുക്കറിയാൻ പറ്റൂല ഇന്ന കാരണം കൊണ്ടാണ് ഈ അസുഖം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നൊരു ഫുഡ് കഴിച്ചതുകൊണ്ടാണ് അസുഖം വന്നത് മനസ്സിലാവില്ല. അപ്പൊ നോക്കാം. ആണോ അല്ലെ, അങ്ങനെ വരാറുണ്ട്. ഈ ഐസും വാട്ടറൊക്കെ കൂടുതലായിട്ട് സോർബറ്റ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേറെ അസുഖങ്ങളായിട്ട് വരും. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഇന്ന അസുഖം കൊണ്ട് ഇന്നൊരു എന്താ പറയാ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ടാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുക. ഇൻ മാർക്കറ്റ് ടീ, കോഫി, സോർബറ്റ്സ് ആർ സോൾഡ് ഇൻ ഓപ്പൺ ആയിട്ടാണ് ഇതൊക്കെ വിൽക്കുന്നത്. ദീസ് ആർ കണ്ടാമിനേറ്റഡ് ബൈ ഡസ്റ്റ് ആൻഡ് ഡേർട്ട് പാർട്ടിക്കിൾസ്. ഇതിലെ ഡസ്റ്റും അതേപോലെ ഡേർട്ട് പാർട്ടിക്കിൾസും വരാനുള്ള ചാൻസ് ഉണ്ട്. ഡൈസെൻട്രി അറിയാലോ, വയറിളക്കം, കോളറ, ഫീവർ, ടൈഫോയിഡ്, dysentery, cholera, fever, typhoid ഒക്കെ are the diseases which spread through this medium. ഈ മീഡിയം വഴി സ്പ്രെഡ് ചെയ്യുന്നതാണ്. നിങ്ങളില്ലേ വാട്ടർ ഇല്ലേ, ഈ പറഞ്ഞ മിനറൽ വാട്ടറിന്റെ കാര്യം ഞാൻ പറയട്ടെ. ഈ മിനറൽ വാട്ടർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുറപ്പാണ് അത് ശുദ്ധജലമാണെന്നുള്ളതിന് എന്തുറപ്പ്, അത് പ്യൂരിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് എന്തുറപ്പ്? സോർബറ്റ് സർബത്താടാ. ഓക്കെ, എന്തുറപ്പ് മിനറൽ വാട്ടർ പ്യൂരിഫൈഡ് ആണെന്നുള്ളത്? ആരെങ്കിലും ചെക്ക് ചെയ്ത് ലേബലൊക്കെ ചെക്ക് ചെയ്താണോ വാങ്ങിക്കണത്? ചില മിനറൽ വാട്ടർ പറഞ്ഞിട്ടുണ്ടാവും ഇതിന്റെ കാര്യങ്ങൾ, അത് അല്ല ലേബലൊന്നും ചെക്ക് ചെയ്തല്ലോ. അപ്പൊ മിനറൽ വാട്ടർ പ്യൂർ ആണെന്ന് തെളിയിക്കുന്ന ലേബലൊക്കെ ഉള്ള നോക്കി വാങ്ങിക്കാം. ബോട്ടിലിന്റെ ടാപ്പ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടിക്കാൻ പറ്റുന്ന ടാപ്പാണോ നോക്കണം. ചില ബോട്ടിൽസ് യൂസ് ചെയ്ത ബോട്ടിൽസ് വീണ്ടും അതേ വേറെ ടൈപ്പ് ടാപ്പ് വെച്ചിട്ട് അടപ്പനാണ് കേട്ടോ. അടപ്പം വെച്ചിട്ട് അടപ്പെന്ന് വെച്ചാല് ആ ബോട്ടിലിന്റെ ആ ഒരു അടപ്പൻ, അതില് ഒരു മൂടി, ആ മൂടി ചിലതെന്ന് വെച്ചാല് മൂടിയുടെ ഒരു വശം അവിടെ നിൽക്കണം, ബാക്കി പുറത്തേക്ക് പോരണം. അതല്ലാത്ത ടൈപ്പ് ഒക്കെ ഉണ്ടാവും. അത് മിനറൽ വാട്ടറിൽ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. ഇനി ഡേർട്ടി ഫീറ്റ്സ് ആൻഡ് ഹാൻഡ്സ്, അൺസീൽഡ്, സെയിം തന്നെ, സീൽഡും അൺസീൽഡ് ആയിട്ടുള്ള ഇത്. അത് പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മിനറൽ വാട്ടർ ഒക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽസിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഇത്ര നാള് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്നാല് ഇവരൊക്കെ പറയാനായിട്ട് പറ്റുള്ളൂ. കുറെ നാളത് എന്ത് ചെയ്താല് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കുറെ നാള് അത് നമ്മൾ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാല് അതിലേക്ക് പ്ലാസ്റ്റിക്കിന്റെ അംശം പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അത് ശ്രദ്ധിക്കണം. പിന്നെ നിന്ന അത് ക്യാൻസറൊക്കെ പോലത്തെ വലിയ മാരക രോഗങ്ങളൊക്കെ വരുത്തുന്നത്. അതേപോലെ ഈ പറഞ്ഞിട്ടുള്ള കുപ്പിയിലുള്ള വെള്ളം ഒന്നും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഇനി കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻസ്, കുട്ടികളിൽ വരുന്ന സാധാരണയായിട്ട് വരുന്ന കോമൺ ഡിസീസ് ആണ് ഇനി പറയാൻ പോകുന്നത്. വൂഫിംഗ് കഫ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. എനിക്കിപ്പോ ഉള്ള അസുഖം വൂഫിംഗ് കഫ് ആണ്. 100 days of കഫ് എന്നൊക്കെ പറയും. പരണ്ട ചുമ അല്ലെങ്കിൽ വില്ലൻ ചുമ എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ് വൂഫിംഗ് കഫ് എന്ന് വെച്ചാൽ? വില്ലൻ ചുമ. ഇതിനെ പറയുന്ന വേറൊരു പേരാണ് പെർറ്റുസൈസ്. അങ്ങനൊരു അസുഖമാണത് വില്ലൻ ചുമ എന്ന് പറയുന്നത്. നമ്മുടെ ടെസ്റ്റിലൊന്നും ഇല്ല. ആ ഒരു സ്പെല്ലിങ് നിങ്ങളൊന്ന് എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും. വില്ലൻ ചുമയുടെ വേറെ പേരിട്ട വൂഫിംഗ് കഫിന്റെ രണ്ടൊന്ന് പേരാണ്. എന്താണ് വില്ലൻ ചുമ? അത് എഴുതി വെക്കാം. സ്പെല്ലിംഗ് ഒന്ന് പറയാം മാം. PERTUSSIS. പെർറ്റുസസ്. നമ്മൾ ഇനിയും പഠിക്കും ഒരുപാട് ചാപ്റ്റേഴ്സിൽ പെർറ്റുസസിനെ ഉള്ള വാക്സിനെ കുറിച്ച്. അതൊന്ന് സ്പെല്ലിംഗ് പറഞ്ഞോ മാം. PERTUDERD. പി ആണ്. പി സ്പെല്ലിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. PERDU മെസ്സേജ് കണ്ടില്ല മാം. ഇതിനകത്ത് മെസ്സേജ് കാണുന്നില്ല മാം.
ഡയറക്റ്റ് ഹാൻഡ്സും ഫീറ്റ്സും പറഞ്ഞില്ല അല്ലെ? സോറി. ഓക്കെ, അത് ഞാൻ കണ്ടിന്യൂ ചെയ്യാട്ടാ. PERTU. PERTUSSIS. ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ പെർട്ടുസിസ് അങ്ങനെയാണോ? അതാണ് വില്ലൻ ചുമ. വില്ലൻ ചുമ 100 days of cough എന്നൊക്കെ പറയും. ഞാൻ ഒരു ടോപ്പിക് മുകളിൽ എടുക്കാൻ വിട്ടു പോയിട്ടാ. ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. അത് ഞാൻ പറഞ്ഞില്ല കേട്ടാ. ഞാൻ ഒന്ന് ശ്രദ്ധിക്കും. നമ്മള് ഈ കുട്ടികളെല്ലാവരും നല്ല വൃത്തിയുള്ള കൈയും നല്ല ഫീറ്റ്സ് ഒക്കെ വെച്ചിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? അവർ ഒരുപാട് ഏരിയാസിൽ പോകുന്നുണ്ട്, കളിക്കാൻ പോകുന്നുണ്ട്, പ്ലേ ഗ്രൗണ്ടിലൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോ എന്താണ് അവരുടെ കൈയിന്റെ അവസ്ഥ എന്നറിയാലോ. നല്ല ചെളിയായിരിക്കും, നല്ല അഴുക്കായിരിക്കും. നമ്മൾ വാൺ ചെയ്യാം, നിങ്ങള് ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ്, ടീച്ചേഴ്സാണ് നമ്മള്, ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് കൈയും കാലും നന്നായിട്ട് കഴുകിയിട്ട് വേണം ക്ലാസ്സിലേക്ക് വരാനായിട്ട്. അല്ല, അമ്മമാരായിട്ടുള്ളവരാണല്ലോ നമ്മളെല്ലാവരും. അമ്മമാര് വാൺ ചെയ്യാം കുട്ടികളോട്, നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം ഈ ക്ലാസ് നമ്മൾ വീട്ടിലേക്ക് വരാനായിട്ട്. പുറത്ത് നമ്മൾ കൊറോണയുടെ ഒക്കെ സമയത്ത് എങ്ങനെയായിരുന്നു, വീട്ടിലേക്ക് കയറുന്ന മുമ്പ് നല്ല രീതിയിൽ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ പൈപ്പിൽ പുറത്ത് വെച്ചിട്ടുള്ള ഹാൻഡ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് കഴുകിയിട്ട് അകത്തോട്ട് കയറും. വീണ്ടും അകത്ത് വന്ന് വീണ്ടും ഹാൻഡ് വാഷും സാനിറ്റൈസറൊക്കെ അടിച്ചിട്ടായിരിക്കും നമ്മൾ വീണ്ടും അകത്തേക്ക് വരുന്നത്. ഞാൻ കുറെ അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കൊറോണ ടൈമിലായിരുന്നു എന്റെ ഡെലിവറിയും അതേപോലെ കുട്ടിയുടെ ആ ഒരു സ്റ്റേജസ്, ആദ്യത്തെ വളർച്ചയുടെ ആ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരുന്നത് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, the children should be trained to wash their hands, feet constantly. കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിലെ ട്രെയിൻ ചെയ്യാം, കൈയും കാലൊക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകാനായിട്ട്. എക്സ്പെഷ്യലി ആഫ്റ്റർ ദ എനി ട്രാവൽ ഓർ സ്പോർട്സ്. പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വന്നാലും അതേപോലെ സ്പോർട്സ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എൻഗേജ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ വാഷ് ചെയ്യിപ്പിച്ച് കയറ്റിയാൽ മതി. അല്ലെങ്കിൽ ബോഡി വാഷ് ചെയ്തോട്ടെ, നല്ല രീതിയിൽ പാർക്ക് ചെയ്തിട്ട് കയറിക്കോട്ടെ. There are thousands of germs in soil. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, thousands of എന്തുണ്ട്, germs ഉണ്ട് സോയിലില്. After playing with the soil, children may take the food without washing their hands properly. ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് കൈയൊന്നും കഴുകാണ്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നെങ്കിൽ കയ്യിലുള്ള germs അവരുടെ വയറ്റിലേക്ക് പോവാനും നേരെ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. Thus the germs get into the body, bring disease. നമ്മുടെ ശരീരത്തിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള germs കയറാനും അസുഖങ്ങൾ വരുത്താനുള്ള ചാൻസ് ഉണ്ട്. Disease like polio, dysentery, tetanus, etc. transmitted this way. ഇങ്ങനത്തെ അസുഖങ്ങൾ ഏതൊക്കെയാണ്? പോളിയോ, ഡിസെൻട്രി അല്ലെങ്കിൽ ഡൈസെൻട്രി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ലൂസ് മോഷൻ ഒക്കെയാണ്. ടെറ്റനസിനെ കുറിച്ച് ഡൈസെൻട്രിനെ കുറിച്ചൊക്കെ നമ്മൾ പോളിയോനെ കുറിച്ചൊക്കെ ഓരോ പോർഷനായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നോക്കാം, ജസ്റ്റ് പേര്. ഇതൊക്കെ ഏത് വഴി? ഈ ഡയറക്റ്റ് ഫീറ്റ്സും ഹാൻഡ്സും വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ്. അപ്പൊ നമ്മള് പിന്നെ നോക്കിയത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്. കുട്ടികളിൽ മെയിൻ ആയിട്ട് വരുന്ന വില്ലൻ ചുമ, നമ്മൾ പറഞ്ഞ പെർട്ടുസിസ് എന്ന് പറയുന്ന അസുഖമാണ്. ഇത് മെയിൻ ആയിട്ട് വൂഫിംഗ് കഫ് 100 ദിവസം വരെ നീണ്ടു നിൽക്കാറുണ്ട്. സാധാരണ നമ്മള് മുതിർന്നവരിൽ ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ കുട്ടികളിൽ വന്നു കഴിഞ്ഞാല് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കുട്ടികളിൽ വില്ലൻ ചുമ അല്ലെങ്കിൽ വൂഫിംഗ് കഫ് വന്നു കഴിഞ്ഞാൽ ഒരു സീനാണ്. ഇതിന് വാക്സിൻ അവൈലബിൾ ആണ്. നിങ്ങള് ടെപ്റ്റ എന്നൊക്കെ പറയുന്ന വാക്സിൻസ് അവൈലബിൾ ആണ്. നമ്മള് എത്ര വീക്കിലാണ് ഈ വാക്സിൻ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് 14 വയസ്സിലൊക്കെ 14 വീക്കിൽ എടുക്കണം. 14th വീക്കിൽ എടുക്കുന്ന വാക്സിനിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള അസുഖം മാറ്റാനുള്ള വാക്സിൻസ് ഉണ്ട്. 2 വാക്സിൻസ് അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും, നമ്മള് വാക്സിനേഷൻ കൊടുക്കണതാണ് 1.5 മാസം മുതല്. അതിൽ ഇതെല്ലാം പെടുന്നുണ്ട്. ഈ പറഞ്ഞ വാക്സിൻസ് ഒക്കെ പെടുന്നുണ്ട്. മരുന്നാണ് നമ്മൾ പ്രിവെന്റീവിന് വേണ്ടിയുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കണത്. അതെ, വാക്സിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ.
നമ്മൾ ഓരോ അസുഖത്തിനുള്ള വാക്സിൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. വേറൊരു ചാപ്റ്ററിൽ വാക്സിൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ പോർഷനിൽ തന്നെ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ വാക്സിന്റെ പേര് മാത്രം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഫുൾ ഫോം ഒക്കെ ടൈപ്പ് ചെയ്ത് അയക്കാം. നോക്കാം കേട്ടോ. ടെറ്റനസ്, ഡിഫ്തീരിയ ആൻഡ് ആൻസെല്ലുലാർ പെട്രിസൈസ് എന്ന് പറയുന്ന വാക്സിൻ ആണ് ഈ വൂഫിംഗ് കഫ്, കുട്ടികളിൽ വരുന്ന വൂഫിംഗ് കഫ് ഒഴിവാക്കാൻ വേണ്ടിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് പ്രിക്കോഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അത് എടുക്കുന്നത് 6 വീക്സിൽ ഒരു ഫസ്റ്റ് ഡോസ്, 10th വീക്കില് സെക്കൻഡ്, 6 വീക്സില് 0 ഡോസ്, 6 ആഴ്ച കുട്ടി ജനിച്ച 6 ആഴ്ചക്കുള്ളിൽ 0 ഡോസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 10 ആഴ്ചക്കുള്ളില് ഫസ്റ്റ് ഡോസ് കൊടുക്കും, 14 ആഴ്ചക്കുള്ളില് സെക്കൻഡ് ഡോസ് കൊടുക്കും. പിന്നെ 1.5 വയസ്സിൽ ബൂസ്റ്റർ ഡോസ്, 1.5 to 2.5 വയസ്സിനുള്ളിൽ ബൂസ്റ്റർ ഡോസ് കൊടുക്കും. അപ്പൊ ഇപ്പൊ ഭൂരിഭാഗം പാരന്റ്സും വാക്സിൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പണ്ടത്തെ ആൾക്കാര് കൊടുക്കാത്തവരുണ്ടായിരുന്നു ഇല്ലേ? എന്നാൽ ഇപ്പോഴും എല്ലാ പാരന്റ്സും കൊടുക്കുന്നുണ്ടെന്നല്ല, ചില ഏരിയാസിലുള്ള പാരന്റ്സുകൾ കൊടുക്കാറില്ല വാക്സിൻസ്. കുട്ടികൾക്ക് വാക്സിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് പറയാൻ പറ്റിയ അസുഖം വരില്ല, പൂർണ്ണമായിട്ടും 100% വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കൂടുതൽ വരുന്നത് എന്താണ്, അങ്ങനെയുണ്ട്. ചില വീടുകളിൽ കൊടുക്കില്ല അവര്. നമ്മള് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോഴേ ചോദിക്കും ഏതൊക്കെ വാക്സിൻ എടുത്തിരിക്കണെന്ന്. അങ്ങനെ ചോദിക്കും. പക്ഷെ നമ്മൾ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ അവർ നോട്ട് ചെയ്യും നമ്മളുടെ കുട്ടീനെ വാക്സിൻ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. കാരണം ഇവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്റെ മോൾക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് അവരറിയാതെ എടുത്തേ. പിന്നെ അവർക്ക് കുട്ടി കരയണൊന്നും കേൾക്കണ തീരെ ഇഷ്ടമല്ല. അവര് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ എന്റെ വീട്ടിൽ പോകുമ്പോ മാത്രമായിരുന്നു കുത്തിവെപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സത്യമാണ്. കാരണം നമ്മുടെ ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ, നമ്മളുടെ എന്താ പറയാ ആശാ വർക്കേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും 50% എങ്കിലും വാക്സിൻ എടുക്കാത്ത കുട്ടികളുണ്ട്. നമുക്ക് പാരന്റ്സ് ചിലപ്പോൾ എടുക്കില്ല, ഗ്രാൻഡ് പാരന്റ്സ് ചിലവർ സമ്മതിക്കില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് കൂടുതലും മുസ്ലിം പിള്ളേരാണ് അധികം സമ്മതിക്കാത്തത്. ആ ഒരു വിഭാഗമാണ് കൂടുതലായിട്ടും അത് ചെയ്യാൻ സമ്മതിക്കാത്തത്. ഞാൻ പറയാനതാണ് കേട്ടോ, ഒരാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അത് എടുത്ത് പറയാനതാണ് കൂടുതലായിട്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം ഇങ്ങനെ? ഇപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ മാത്രമല്ല എടുക്കുന്ന ഭൂരിഭാഗം എല്ലാവരും ഇല്ല മിസ്സേ, കുറച്ച് അളവ് ആളുകൾ മാത്രമേ ഉള്ളൂ. അതെന്താന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാനില്ല. ഞങ്ങളൊക്കെ ചെന്നിട്ട്, ഞാൻ ആശാ വർക്കറായിരുന്നു 12 വർഷം. അപ്പൊ ഞാനൊക്കെ ചെന്നിട്ട് ഞാൻ മുസ്ലിംസ് ആണ്, ഞാനൊക്കെ ചെന്നിട്ട് എത്ര നിർബന്ധിച്ചാലും അവര് പറയും അത് വേണ്ടാന്നേന്ന് പറയും. അത് അവര് പറയാ അവരുടെ മതത്തില് അത് പറഞ്ഞിട്ടില്ല, അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് നമ്മള് പറയാ. പക്ഷെ ഞങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. അതെ, നമ്മളൊക്കെ എടുത്തിട്ടുണ്ട്. ഓരോ ഫാമിലി അതായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതെ മതത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നാമത് മാം, ഈ മുസ്ലിംസില് ആയിട്ടുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇച്ചിരി കുറവായിരിക്കും, സ്ത്രീകൾക്കൊക്കെ. അപ്പൊ പണ്ട് തൊട്ടേ ഓല് കേട്ട് വന്നത് കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും എന്നുള്ളതാണ്. ഹിന്ദുസ് അങ്ങനെ മറ്റു മതക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കാരണം. മുസ്ലിംസിലൊക്കെ പെട്ടെന്ന് കല്യാണം കഴിച്ച് കുട്ടികളാക്കി അങ്ങനെ വീട്ടിൽ കൊണ്ടുകൊണ്ട് ഒരു പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാവും. ഇവിടെയൊന്നും കുഴപ്പമില്ല, മുസ്ലിങ്ങൾ എല്ലാവരും എടുക്കുന്നുണ്ട്. ഞാനും എടുത്തിട്ടുണ്ട്. എന്റെ കൊച്ചിന് 2 പിള്ളേർക്കും എല്ലാ വാക്സിനും എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം മുസ്ലിങ്ങൾ എടുത്തിട്ടില്ല എന്ന്. ഞാനും അത് ആദ്യമായിട്ട് കേൾക്കാം, മുസ്ലിംസ് എടുത്തിട്ടുണ്ടെന്ന്. ഞങ്ങളുടെ സൈഡില് എന്റെ ഒരു അയൽവാസി ഉണ്ട്, എന്റെ വീടിന്റെ അടുത്തുള്ള അയൽവാസി. ഞാനെടുക്കാത്ത നിങ്ങൾ അതിന്റെ ആവശ്യമില്ല, അത് എടുക്കണ്ടെന്ന് പറഞ്ഞത്. അറിയാതെ പോയത്.
എടാ അത് ഞാൻ എടുത്തിട്ട് അങ്ങനെ അസുഖം ഇതായിട്ട് പറഞ്ഞതല്ല. അസുഖം ഞങ്ങളിവിടെ കൂടുള്ളൂ, ഒരു അത് ടീച്ചറുണ്ട്, എടുക്കണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങളൊക്കെ ശ്രദ്ധിക്കും. ചോദിച്ചപ്പോ അല്ല മാം, എന്റേത് ഞാൻ എടുക്കാത്തെന്ന് വെച്ചാൽ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, എന്റെ മൂത്ത മോക്കും എടുത്തിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ മോൻ്റെത് 1.5 വയസ്സ് വരെ ഉള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ ആ ഖത്തറിലേക്ക് വന്നതിന് ശേഷം ഞാൻ എപ്പോഴും ആശാവർക്കർ മെസ്സേജ് അയക്കും, പക്ഷെ എങ്കിൽ ഇവിടുന്ന് എടുക്കണം എന്ന് പറയട്ടോ. പക്ഷെ എനിക്ക് ഇവിടുന്ന് എടുക്കുന്നത് ശരിക്കും എന്റെ മോനിക്ക് ഹെൽത്ത് കാർഡ് ഒന്ന് ആക്കണം അത്രേ. അപ്പോൾ അതിന്റെ ഒരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഹെൽത്ത് കാർഡ് എടുത്താൽ ഇവിടെ ഫ്രീ ആയിട്ട് പോയിട്ട് എടുക്കാം. പക്ഷെ എങ്കിൽ അത് പോയിട്ട് എടുക്കുക എന്നുള്ള ഹെൽത്ത് കാർഡ് എടുക്കാൻ പോവാന്നുള്ളത് ഒരു വലിയ ഇതായതുകൊണ്ട് എടുക്കാണ്ട് വെക്കുന്നതാണ്. പിന്നെ അവിടെ വന്നിട്ട് 7 മാസമായി അത്. പക്ഷെ ഞാൻ എങ്കിൽ ഇനിയും പറഞ്ഞത് എടുക്കില്ല. കുറെ നാൾക്ക് മുമ്പത്തെ ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഒരു ടീച്ചർ പേഴ്സണൽ ആയിട്ട് പറഞ്ഞതാണ്. ടീച്ചറിന്റെ ഫാമിലിയിലുള്ള ആരും, വാഹിദ എന്നാണ് ടീച്ചറിന്റെ പേര്, ടീച്ചറിന്റെ ഫാമിലിയിലുള്ള ആരും എന്തെടുത്തിട്ടില്ല, വാക്സിൻ എടുത്തിട്ടില്ല. ഒരു വാക്സിൻ എടുത്തിട്ടില്ല. കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു വാക്സിൻസും അവർ എടുത്തിട്ടില്ല. കോവിഡ് വന്നപ്പോ പോലും ആ വാക്സിൻ പോലും എടുത്തിട്ടില്ല. പോളിയോ ഏതൊരു വാക്സിനൊക്കെ കാലത്ത് എടുക്കാതിരുന്നാ കുട്ടികൾക്ക് അംഗവൈകല്യം അങ്ങനത്തൊക്കെ വരുമെന്നല്ലേ പറയുന്നത്. നിർബന്ധമാണ്, പക്ഷെ അവർ എടുത്തിട്ടില്ല എന്നാ പറഞ്ഞത്. ഒരു ഫാമിലിയിൽ നിന്ന് സമ്മതിച്ചില്ല വാക്സിൻ എടുക്കാനായിട്ട്. എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ. കോവിഡ് വാക്സിൻ ഇവിടെ എന്റെ ഉമ്മായൊന്നും എടുത്തിട്ടില്ല. എന്റെ വീട്ടില് ഒരു ചേട്ടനും അതിനോട് പോളിയോ വലിയ എടുക്കാതെ. അഭിപ്രായമൊന്നുമില്ല. കോവിഡിന്റെ വാക്സിൻ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് ബാക്കിയുള്ള എല്ലാ വാക്സിൻസും ഒരുപാട് നാള് പരീക്ഷണങ്ങളും ഒരു 14-20 വർഷം ഈ അസുഖം റിപ്പോർട്ട് ചെയ്ത് ഒറ്റയടിക്ക് ഒരു വാക്സിൻ ഇറക്കിയിട്ടില്ല, കോവിഡ് ഒഴികെ ബാക്കി എല്ലാ അസുഖങ്ങൾക്കും വാക്സിൻസ് കുറെ പരീക്ഷണങ്ങളും കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള വാക്സിൻസ് ആണ്. പോളിയോന്റെ വാക്സിൻ, പോളിയോ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോ. അത് വാക്സിൻ പ്രോപ്പർ ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് പോളിയോ റിപ്പോർട്ട് ചെയ്യാത്തത്. ബാക്കി വേറെ രാജ്യങ്ങളിൽ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യേണ്ട ഈ അസുഖം അറിയാവോ? പോളിയോ എന്ന് പറയുന്ന അസുഖം, പോളിയോന്റെ വാക്സിൻ അവൈലബിൾ ആണ്. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടന് പോളിയോ ബാധിച്ചതാണ്. ഒരു കാല് ഇങ്ങനെ വൈകല്യായി പോളിയോ ബാധിച്ചത്. ആള് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നോ? ആള് എടുത്തിട്ടില്ല, എടുക്കാത്ത കാരണം. മാം, ഞാന് ഫീഡിങ് ടൈം ആയിരുന്നേ, കൊറോണ ടൈമിൽ ഫീഡിങ് ചെയ്യുകയായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡോസ് എടുത്തപ്പോ എന്റെ പാല് നന്നായി അങ്ങ് കുറഞ്ഞു. ഫസ്റ്റ് ഡോസ് എടുത്തപ്പോ പിന്നെ ആ സെക്കൻഡ് പിന്നെ എടുത്തിട്ടില്ല, പേടിച്ചിട്ട് തീരെ പറ്റിപ്പോകുന്നുണ്ട്. ഫസ്റ്റ് എടുത്തിട്ടുള്ളൂ. കൊറോണയുടെ വാക്സിൻ ഒന്നും പറയാതിരിക്കില്ല നല്ലത്. കാരണം അതുകൊണ്ട് എനിക്ക് തോന്നണേട്ടാ. കാരണം എനിക്ക് കോവിഡിന്റെ വാക്സിൻ എടുത്തിട്ട് കൊറോണ വന്നു, ഞാൻ ക്യാരിങ് ആയിരുന്നപ്പോ. പിന്നെ ഇപ്പോഴൊക്കെ എനിക്ക് പനിയൊക്കെ വരുമ്പോ ഭയങ്കര ക്ഷീണവും ഭയങ്കര നടുവും ബോഡി പെയിൻ ഒക്കെ കൂടുതലാ. കോവിഡിന്റെ വാക്സിൻസ് ഞാൻ പറയില്ല നല്ലതാണെന്നോ അല്ലെങ്കിൽ നിർബന്ധമായിട്ട് എടുക്കണമെന്നൊന്നും പറയില്ല. കാരണം അസുഖം വന്ന് 1 വർഷത്തിനുള്ളിൽ ഒരാളും വേറൊരു അസുഖത്തിന് വാക്സിൻ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന്. ബാക്കി എല്ലാ അസുഖങ്ങൾക്കും ഒരുപാട് നാള് പരീക്ഷണങ്ങളിലൂടെയും ഒരുപാട് എക്സ്പെരിമെന്റ്സിലൂടെയും കണ്ടുപിടിച്ചിട്ടുള്ള വാക്സിൻസ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വാക്സിൻസും. ഇപ്പൊ കോവിഡിന്റെ വാക്സിൻ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എനിക്ക് വയ്യാണ്ടായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്വാസം മുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വാക്സിൻ എടുത്തതിന് ശേഷമാണ് ഈ അസുഖമൊക്കെ വന്നത്. ഞാൻ ബൂസ്റ്റർ വരെ എടുത്തു. എനിക്കും അങ്ങനെയായിരുന്നു മാം. കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷമാണ് എനിക്ക് എപ്പോഴും കോൾഡും ഇങ്ങനെ ജലദോഷം അങ്ങനെ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്ര കാണുമ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോ എപ്പോഴും അസുഖമാണ് എനിക്കിപ്പോ. ബാഡ് എഫക്ട്സ് ആണ് ശരിക്കും. നമ്മളൊക്കെ ഏതോ കമ്പനിയുടെ ഏതോ മൾട്ടിനാഷണൽ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഒരു പരീക്ഷണത്തിന്റെ ഒരു ജനറേഷൻ ആയിരുന്നു നമ്മുടെ എന്ന് പറയാം. കാരണം നമ്മൾ ഏകദേശം അതേപോലെയാണ്. മാം, പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും അമ്മമാര് കുട്ടികൾക്ക് വാക്സിനോ അല്ലെങ്കിൽ പോളിയോ കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കണം, നിർബന്ധമായിട്ടും കൊടുക്കണം. എന്റെ ഒരു അഭിപ്രായം കേട്ടോ. അതിനെ കുറിച്ചൊന്നും പറയാനില്ല. പക്ഷെ ബാക്കി എല്ലാ അസുഖങ്ങൾക്കുള്ള വാക്സിനെ കുറിച്ച് ഈ നല്ല അഭിപ്രായമാണ് ഉള്ളത്. കാരണം അത് വെച്ച് വാക്സിൻ എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം തെളിയിച്ചിട്ടുണ്ട് ഇതെല്ലാം. ബാക്കി എല്ലാ വാക്സിൻസും ഏകദേശം അസുഖം വരുന്നില്ല എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. മാം, എന്റെ കുട്ടികൾക്ക് ഈ കഴിഞ്ഞ മാസം സ്കൂളിൽ മൊത്തം വൈറലായിട്ട് മുണ്ടിനീര് ബാധിച്ചു. അപ്പൊ നമ്മൾ ഈ 1.5 വയസ്സില് MMR എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മള് പ്രൈവറ്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. പക്ഷെ ഞാനത് എടുത്തിട്ടുണ്ടായില്ല.
എടുക്കാതെയാണ്. അപ്പൊ നമുക്കറിയില്ല. പക്ഷെ 1.5 വയസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രൈവറ്റിൽ പോയിട്ട് വേറൊരു ഇഞ്ചക്ഷൻ എടുക്കണം, അത് എടുത്തിട്ടില്ല. സ്കൂൾ ഇവർക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ലീവായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഭയങ്കര രീതിയിൽ അത് ബാധിച്ചു. എന്റെ കുട്ടികൾക്ക് 2 പേർക്ക് വന്നു. 3ാമത്തെ ആൾക്ക് വന്നേക്കായ മുമ്പ് ഞാൻ MMR പോയിട്ട് രാജഗിരി പോയി എടുത്തു, കാരണം അവനക്ക് വരാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, വീട്ടില് 2 പേർക്കും ഉള്ള സ്ഥിതിക്ക് ഇവനക്ക് വരാൻ സാധ്യതയുണ്ട്, ബൈ ചാൻസ് അങ്ങ് വന്നില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ അത്രയും വീട്ടിലുള്ള സമയത്ത് ഇയാൾക്ക് വന്നു, പക്ഷെ ആൾക്ക് വന്നില്ല. പക്ഷെ അത് എടുക്കാത്തത് കൊണ്ടാണ് മെയിൻ ആയിട്ട് വരാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അപ്പൊ തന്നെ സ്കൂളിലോട്ടൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും മാക്സിമം പറയുക മാസ്ക് ധരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ MMR എടുക്കാൻ പറയാനൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ മാം എല്ലാം പാരന്റ്സിനെയൊക്കെ വിവരം അറിയിച്ചു, ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇതൊക്കെ ചെയ്യണം എന്നും പറഞ്ഞു. മുമ്പ് പറഞ്ഞ വാക്സിൻ ഇല്ലേ, MMR എന്ന് പറഞ്ഞ വാക്സിൻ, MR ഫസ്റ്റ് ഡോസ് എന്നാണ് പറയണത്. 1.5 വയസ്സിന്റെ MR ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ് നമുക്ക് ഹെൽത്തിൽ നിന്ന് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ വാക്സിന് എനിക്ക് തോന്നുന്നത് 550 രൂപയാണ് ഇല്ലേ? രാജഗിരിയിൽ 600 രൂപയായി. അത് ചിലപ്പോ അതിന്റെ വാക്സിൻ ഉണ്ടോ? ഞാൻ ഇപ്പഴാ അറിയുന്നത്, പ്രൈവറ്റ് ആയിട്ട് എടുക്കുന്നത്. ഈ MMR എന്ന് പറഞ്ഞ വാക്സിന് മംസ്, മിസൽസ്, റൂബെല്ല എന്ന് പറഞ്ഞിട്ടുള്ള 3 വാക്സിനാണ്. പക്ഷെ അത് 3 നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിൽ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഗവൺമെന്റ്. പക്ഷെ ഞാൻ ഓർത്തത് ഞാൻ ചാർട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ മറ്റേ വാക്സിൻ എടുക്കുന്ന ഇതിൽ നോക്കിയപ്പോ MMR ടിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് ഹെൽത്തിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോ MMR നിങ്ങൾക്ക് ഹെൽത്തിൽ നിന്ന് ഇതുവരെയായിട്ട് എടുത്ത് തന്നിട്ടുണ്ടാവില്ല, നിങ്ങളത് പ്രൈവറ്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും നാളും അങ്ങനെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ എന്റെ കുട്ടികൾക്ക് ഇപ്പൊ 7 വയസ്സ്. അപ്പൊ അവര് പറഞ്ഞ ഇപ്പോഴാണ് അത് ഇപ്പോഴത് കൂടുതലായിട്ട് രോഗം ഇപ്പൊ കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതില് മംസിനുള്ളത് കൊടുക്കുന്നില്ല, അത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. MR ഡോസ് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ, വാക്സിൻ അവൈലബിൾ ആണ്. ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് നമ്മളത് കൊടുക്കണം. വാക്സിന്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, MR-ല് മംസിന്റെ വന്നില്ല, മീസിൽസും റുബല്ലേ മാത്രമേ വന്നുള്ളൂ. MMR ഗവൺമെന്റിൽ ഇല്ല. കാരണം ബാക്കി എല്ലാ വാക്സിനും നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, പൈസയാവും. എല്ലാ വാക്സിനും ഈ പറഞ്ഞ പോലെ നല്ല എമൗണ്ട് ആണ് ആവേണ്ടത്. നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് ബാക്കി എല്ലാ വാക്സിനും അവൈലബിൾ ആക്കുന്നുണ്ട്. ഒരു വാക്സിൻ പോയി പുറത്ത് പ്രൈവറ്റിൽ നിന്ന് എടുക്കാന്നല്ലേ പറയുന്നുള്ളൂ, അതെടുത്തൂടെ? അത് നമ്മുടെ കുട്ടികളുടെ ഹെൽത്ത്, മാക്സിമം നമ്മുടെ കുട്ടികളുടെ ഹെൽത്ത് നോക്കിയിട്ട് വേണം ഓരോന്ന് എടുക്കാനായിട്ട്. അപ്പൊ ക്ലാസ് ടീച്ചറായിട്ടൊക്കെ നമ്മളുടെ ക്ലാസ്സിൽ വന്നിട്ടുള്ള കുട്ടികൾ ഈ പറഞ്ഞിട്ടുള്ള വാക്സിൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമാർക്കുണ്ട്, നമ്മൾ ഓരോ ടീച്ചേഴ്സിനുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. അങ്ങനെയൊന്നുമില്ല, പെൺകുട്ടികൾക്കും വേറെയാണ്, ആൺകുട്ടികൾ പ്രൈവറ്റ്, അങ്ങനെയൊന്നുമില്ല. പെൺകുട്ടികൾക്ക് മംസ് വന്നെന്നോർത്ത് വലിയ സിവിയർ കേസ് ഒന്നല്ല, അത് അവർക്ക് വേറെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഭാവിയിലേക്ക് വരുന്നില്ല. പക്ഷെ ആൺകുട്ടികൾക്ക് അത് നമ്മുടെ വൃഷ്ണസഞ്ചിനെ ബാധിക്കുകയും അത് പിള്ളേരില്ലാണ്ടിരിക്കാവുന്ന ഒരു അവസ്ഥയിലൊക്കെ വന്നൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ അത് എടുക്കണം എന്ന് ഹെൽത്തിൽ നിന്ന് പറയണുണ്ട്. പെൺപിള്ളേർക്ക് അത് വലിയ കുഴപ്പമില്ല, വന്നു പോയാലും പ്രശ്നമില്ല. പക്ഷെ ആൺകുട്ടികൾക്ക് സിവിയർ ആയിട്ട് വന്ന ഭാവിയിൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയണം, അല്ലാതെ മരുന്നിന് വ്യത്യാസമില്ല. അതെനിക്ക് പുതിയ അറിവാണ്. അതുകൊണ്ടാണ് മാം ഞാൻ പോയി എത്രയും പെട്ടെന്ന് എടുക്കാനും കാരണം. ഓക്കെ, അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. അപ്പൊ വൂഫിംഗ് കഫ് ആണ് പറഞ്ഞത്. ഇറ്റ് അഫക്ട്സ് ദ ചൈൽഡ് ബിലോ 5 years ഓഫ് ഏജ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത്. നോൺ സ്റ്റോപ്പ് കഫ് കോസസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, വീക്ക് ആൻഡ് വോമിറ്റിംഗ് മേ കോസ്. ഒട്ടും ശ്വാസം കിട്ടാത്ത രീതിയിൽ എന്ത് ചെയ്യും, നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും. ഈ പറഞ്ഞിട്ടുള്ള അസുഖം എന്താണ്, നമ്മള് ഈ അസുഖത്തിന്റെ കോംപ്ലിസിറ്റി കൊണ്ടല്ല ഈ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ മരണം സംഭവിക്കുന്നുണ്ട്. അത് 5 വയസ്സിന് എന്താ പറയാ മരണം വൂഫിംഗ് കഫ് കാരണം സംഭവിക്കുന്നുണ്ട്. ഇവർ ഈ ചുമച്ച് ശ്വാസം കിട്ടാണ്ടായിട്ട് ഈ കുട്ടികൾ മരണം സംഭവിക്കുന്നത്. ഭയങ്കര വീക്കായിരിക്കും, ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരും, അല്ലെങ്കിൽ വോമിറ്റിങ്, അങ്ങനെ ഡിഫിക്കൽറ്റീസ് വരും. ഈ ഇൻഫെക്ഷൻ, ഇറ്റ് ഈസ് എ വെരി ഇൻഫെക്ഷനസ് സ്പ്രെഡ് ചെയ്യും. ഹെൻസ് ദ ചൈൽഡ് ഈസ് ഷെഡ്യൂൾഡ്. നമ്മള്
ഒറ്റപ്പെടുത്താം. നമ്മൾ എന്ത് ചെയ്യുക, ക്വാറന്റൈൻ ഒക്കെ നിർത്താന്നൊക്കെ പറഞ്ഞിരിക്കേ ഈ കുട്ടിയുടെ മറ്റുള്ള കുട്ടികളായിട്ട് കോണ്ടാക്ട് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഏകദേശം ഒറ്റപ്പെടുത്താന്ന് പറയാം. മാസ്ക് ഒക്കെ വെച്ച് തന്നെ അവരെ ട്രീറ്റ് ചെയ്യാം. മൂഫിംഗ് കഫ് ആണെങ്കിൽ എത്ര ദിവസം വരെയാണ് ഈ മൂഫിംഗ് കഫ് ഈ കുട്ടി ക്യാരി ചെയ്യാന്നറിയാവോ? 100 ദിവസം വരെ ഈ അസുഖം ആ കുട്ടിയിൽ ഉണ്ടാവും. നിങ്ങളിത് കഴിഞ്ഞിട്ട് എന്താണ് മൂഫിംഗ് കഫ് നോക്കണം. WHO മാം അത് ചൈൽഡ് ഈസ് ഷെഡ്യൂൾഡ് തന്നെയാണോ മാം? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഷെഡ്യൂൾഡ് എനിക്ക് സ്പെല്ലിംഗ് മാം മിസ്റ്റേക്ക് സെക്ലൂഡ് എന്നല്ല, സെക്ലൂഡഡ് എന്താണ്? ഇൻക്ലൂഡഡിന്റെ പകരം സെക്ലൂഡഡ് എന്നല്ല, അതായത് മാറ്റി നിർത്തപ്പെടുന്നു. സെക്ലൂഡഡ് എന്നാണ് എനിക്ക് തോന്നുന്നു. ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞാല് കൂട്ടി ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്യാം. സെക്ലൂഡഡ് എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്താന്നുള്ള മീനിങ് അല്ലേ വരുന്നത്? അതെ മാം. പോലെ മാം ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. നമ്മൾ ഐസൊലേഷനിൽ എടുത്തില്ലേ ഇങ്ങനെയുള്ള ക്വാറന്റൈൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞതെന്ന് വെച്ചാല് ഒറ്റപ്പെടുത്താന്നുള്ള ഒരു മീനിങ് പെട്ടെന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത്. ഐസൊലേഷൻ. ഓക്കെ, ഐസൊലേഷൻ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖം കേട്ടോ. ഡിഫ്തീരിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മള് ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. മലയാളത്തില് ഡിഫ്തീരിയ ഡിഫ്തീരിയ ഇതാണ് അസുഖം. നമ്മുടെ തൊണ്ടയില് ഒരു വൈറ്റ് കളറിലെ പാട എന്ത് ചെയ്യും, അവിടെ ഗ്രോ ചെയ്യും. ഒരു ഇൻഫെക്ഷൻ ആണ്. ഈ പാട കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഭക്ഷണം ഇറക്കുമ്പോഴൊക്കെ ഭയങ്കര തടസ്സം വരും. അതേപോലെ ഭക്ഷണം ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ വരും, ശ്വസിക്കാൻ പറ്റാത്ത വരും. കോംപ്ലിക്കേറ്റഡ് ആവുമ്പോ ഫുള്ളായിട്ട് ഈ കാണുന്നൊരു വൈറ്റ് കളറിലെ ലെയർ കാണുന്നുണ്ടോ നിങ്ങള്? കാണാൻ പറ്റുന്നുണ്ടോ? ആ ഒരു ലെയർ മൊത്തമായിട്ട് സ്പ്രെഡ് ആവും. അങ്ങനെ ഈ അസുഖത്തിന്റെ കോംപ്ലിസിറ്റി എന്ത് ചെയ്യും, കൂടും. ഡിഫ്തീരിയ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണിത്. ബാക്ടീരിയ വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ഉമിനീര് അത് സ്പ്രെഡ് ആവുമ്പോ നമ്മള് ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഉമിനീര് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ നമ്മൾ തുമ്മുമ്പോഴൊക്കെ ഡ്രോപ്ലെറ്റ്സ് സ്പ്രെഡ് ആവുന്നില്ലേ? ഈ ഡ്രോപ്ലെറ്റ്സ് വഴി മറ്റു കുട്ടികൾക്ക് പെട്ടെന്ന് അത് സ്പ്രെഡ് ആവും. ഈ അസുഖത്തിനെ പറയുന്ന പേരാണ് എന്ത്? ഡിഫ്തീരിയ എന്ന് പറയും. ഇതിന് വാക്സിൻ അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പെപ്റ്റൈഡിന്റെ വാക്സിൻ തന്നെ ആണ് ഇതിന് കൊടുക്കുന്നത്. ഓക്കെ, ഇതിന്റെ സൈസ് വൈറ്റ് കളറിലാണ് ഈ പാട. പിന്നെ എന്താ ഡിഫിക്കൽറ്റി ടു ഭക്ഷണം കഴിക്കാനും വെള്ളം ഇറക്കാൻ വരെ ഡിഫിക്കൽറ്റി ആയിരിക്കും. നമുക്ക് ഇതിനും ഈ അസുഖം വന്നവരിലും മരണം വരെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ദിസ് ഇസ് എ ഡിസീസ് ഓഫ് തോട്ട് വിൻഡ്പൈപ്പ് ആൻഡ് ട്രക്കിയ. നമ്മുടെ ശ്വാസനാളത്തിനും ട്രക്കിയനെ ബാധിക്കുന്ന നമ്മുടെ ഈ ത്രോട്ട് വിൻഡ്പൈപ്പ് എന്ന് പറയുന്നത് ടോൺസിൽസ് അല്ലടാ, എനിക്കത് അറിഞ്ഞോളൂ. ടോൺസിൽസ് എന്നല്ല എന്ന് പറയുന്നത്. നമ്മുടെ ഈ ട്രക്കിയില്ലേ, വിൻഡ്പൈപ്പ് ട്രക്കിയ, ഈ ശ്വാസനാളത്തിലാണ് ഇത് മെയിൻ ആയിട്ട് ഇൻഫെക്റ്റ് ആവുന്നത്. The symptoms are high temperature, difficulty in breathing. നല്ല ടെമ്പറേച്ചർ ആയിരിക്കും. നിങ്ങൾക്കൊക്കെ അറിയോ ഈ പനി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ അസുഖമാണ്? പനി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സിംറ്റം ആണ്, നോട്ട് എ ഡിസീസ്. അത് മിക്ക അസുഖങ്ങൾക്കുള്ള സിംറ്റം ആണ് എന്ത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ടെമ്പറേച്ചർ കുറയ്ക്കാൻ നമ്മൾ പാരസ്റ്റമോൾ ഒക്കെ കഴിക്കുന്നു. പാരസ്റ്റമോൾ എന്ന് പറയുന്നത് മരുന്നാണോ? പാരസ്റ്റമോൾ എന്ന് പറയുന്നത് മരുന്നല്ല. ടെമ്പറേച്ചർ കുറയ്ക്കാനും നമ്മുടെ പെയിൻ കുറയ്ക്കാനുള്ള ഒരു എന്താ പറയാ ഒരു സപ്ലിമെന്റ് മാത്രമാണ് പാരസ്റ്റമോൾ. മരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് ആണ്. സത്യമായിട്ടും നിങ്ങൾക്കറിയാത്ത അറിവുകളല്ലേ ഇതൊക്കെ? തമാശയായിട്ട് തോന്നുന്നതല്ലേ? നമ്മള് പനി വന്ന് എന്താ കഴിക്കുന്നത്? പാരസ്റ്റമോൾ കഴിക്കൂലേ? തലവേദന വന്നാലും പാരസെറ്റമോൾ തന്നെ കഴിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒന്നും കഴിക്കല്ലേ, പെയിൻ കില്ലേഴ്സ് ഒക്കെ അധികം കഴിക്കല്ലേ. ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താണ് കിഡ്നിയിൽ ഉണ്ടാവുന്നൊക്കെ പറയാ, കിഡ്നി സ്റ്റോൺസ് ഒക്കെ വരും, വരും, അല്ലാതെ ക്യാൻസർ വരും. അൾട്ടിമേറ്റ് ആയിട്ടുള്ള അസുഖമാണ് ഞാൻ പറഞ്ഞത്, ക്യാൻസർ.
പേഴ്സണലായിട്ട് പരിചയമുണ്ട്. ഒരു ചേച്ചിക്ക് ഭയങ്കര തലവേദനയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? തലവേദനയാണ്, എപ്പോഴും തലവേദനയാണ്. അപ്പൊ പെയിൻ കില്ലർ തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. പാരസ്റ്റമോള് കുട്ടികൾക്ക് പനി വരുമ്പോ കൊടുക്കാം, ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ളതാണ്. അല്ലാതെ ഒന്ന് തുമ്മി, ഒന്ന് ചുമ വന്നു, അല്ലെങ്കിൽ തലവേദനയാണ്, അല്ലെങ്കിൽ പനിയാണെന്ന് പറഞ്ഞ് ചില ആൾക്കാര് ഡെയിലി പാരസ്റ്റമോള് കഴിക്കുന്നവരുണ്ട്, ഡെയിലി പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നവരുണ്ട്. അതാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത്. പാരസെറ്റമോൾ കഴിക്കാൻ പാടില്ല, ഡോക്ടർ നിർദ്ദേശമില്ലാതെ കഴിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിക്കരുതെന്ന്, അത് നല്ലതല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മെഡിസിൻ സാധാരണ രീതിയിൽ കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പാരസ്റ്റമോൾ എഴുതുള്ളൂ. 3-4 ദിവസം പാരസ്റ്റമോൾ നോക്കാൻ പറയും. പനി വിട്ട് മാറാണെങ്കിൽ കുഴപ്പമില്ല. അല്ല പനി വീണ്ടും വരാണെങ്കിൽ അവർ ആന്റിബയോട്ടിക് എഴുതും. ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആന്റിബയോട്ടിക് എഴുതും. അതെന്താണെന്ന് ചെക്ക് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കണ്ടേ? എന്നാലേ കറക്റ്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ടാണ് ഒരു മെഡിസിൻ എഴുതുന്നത്. അപ്പൊ നമ്മളെ ഈ ഗവൺമെന്റ് ആശുപത്രി പോകുമ്പോ നമുക്ക് ഏത് അസുഖത്തിന് പോയാലും നമുക്ക് പാരസെറ്റമോളിന്റെ ടാബ്ലറ്റ് ഇടുക, എന്താ അങ്ങനെ? അത് എന്താ പറയാ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്ങനെ ചെക്ക് ഒന്നും ചെയ്യാറൊന്നുമില്ല. പനി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവർ ആന്റിബയോട്ടിക് ഒക്കെ എടുത്തു. അല്ലാതെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണോ? എന്റെ മോനെ ഒരു ദിവസം വീണ് ചുണ്ട് ഇതുപോലെ മുറിഞ്ഞപ്പോ ഞാൻ കൊണ്ടുപോയപ്പോഴും പാരസെറ്റമോളാണ്, പക്ഷെ ഞാൻ കൊടുത്തില്ല. അത് വേദന ഉദ്ദേശിച്ചാണ് അത് എഴുതണത്. വേദന ഉദ്ദേശിച്ചായിരിക്കും അവർ ഓരോന്നും ഓരോ രീതിക്കായിരിക്കും എഴുതണത്. സാധാരണ എല്ലാ അസുഖത്തിനും പാരസ്റ്റമോൾ അല്ല. എന്ന് വെച്ചാല് പാരസ്റ്റമോൾ അവർ സപ്ലിമെന്റ് ആയിട്ട് എഴുതാൻ കാരണം ഈ പറഞ്ഞ പോലെ പെയിൻ, ശരീരം വേദനയൊക്കെ വരാണെങ്കിൽ അത് കുറഞ്ഞോളൂല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അസുഖം എന്താണ്? ഡിഫ്തീരിയ ആണ്. നിങ്ങൾ ഓർമ്മയിൽ വരണം ഈ ഒരു ഇമേജ്. ഡിഫ്തീരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു അസുഖത്തിന്റെ ഇമേജ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. സിംറ്റംസ് ആർ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. നല്ല ടെമ്പറേച്ചർ ആയിരിക്കും, തീ കൊറോണ പോലെ പനിയായിരിക്കും. ബ്രീത്തിങ്ങിന് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ശ്വസിക്കാൻ പറ്റൂല, നമുക്ക് ശ്വസിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരും. മെമ്പറൈൻ ഡെവലപ്സ് ഇൻ തോട്ട്. ഒരു വൈറ്റ് കളറിലെ മെമ്പറൈൻ ഞാൻ കാണിച്ചിരുന്നില്ലേ, അത് നമ്മുടെ തോട്ടിൽ ഡെവലപ്പ് ചെയ്യും. If medical aid is not given within a short period, the child may die of choking. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മെഡിക്കൽ എയ്ഡ് കൊടുത്തില്ല, പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല, ശ്രദ്ധിക്കണം. തൊണ്ടവേദനയും അമ്മയെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ തൊണ്ടവേദനയാണ് ടീച്ചറെന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് വായ തുറന്ന് അവരെ കൊണ്ട് സംസാരിപ്പിക്കാം. അല്ലെങ്കിൽ വായ നോക്കുക ഇതേപോലത്തെ എന്തെങ്കിലും മെമ്പറൈനോ അങ്ങനെ എന്തെങ്കിലും അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോന്ന്. ഒന്നുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാന്ന് പറയാം, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതേപോലത്തെ ഒരു മെമ്പറൈൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ പാരന്റ്സിനോട് പറയാം, ഇന്ന അസുഖത്തിന്റെ ലക്ഷണമാണിത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക, ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. ഇറ്റ് അഫക്ട്സ് ദ ചിൽഡ്രൻസ് ഈസിലി. പെട്ടെന്ന് കുട്ടികളിൽ സ്പ്രെഡ് ചെയ്യും. അതേപോലെ ആ കുട്ടീനെ നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സിലുള്ള ബാക്കിയുള്ള കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം. ഓക്കെ, ഇനി നമ്മൾ കേട്ടിട്ടുള്ള ഒരു അസുഖമാണ് ടെറ്റനസ്. കേട്ടിട്ടുണ്ടോ? എടുക്കാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കാലിനെന്തെങ്കിലൊക്കെ മുറിവ് സംഭവിക്കുമ്പോ തന്നെ നമ്മൾ പോയി പറയാറില്ലേ ടി എടുക്കാനായിട്ട്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മുറിവ് വഴി പകരും. മുറിവ് വഴി ഈ ടെറ്റനസിന്റെ എന്താ പറയാ, വലി എന്ന് പറഞ്ഞൊരു രോഗമല്ലേ മാം? ഞരമ്പ് വലി എന്നല്ലേ അതിനെ പറയുന്നേ? എന്താണ് ഞരമ്പ് വലി? പഴയ മാതാപിതാക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഞരമ്പ് വലിന്ന്. ഇല്ല, എനിക്ക് ലോക്ക് ജോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ടെറ്റനസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് മലയാളം അത്ര കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ. എന്റെ വലിയ കേട്ടിട്ടുള്ളതാ. എക്സ്പീരിയൻസ് ഉള്ളതല്ലേ ജോലിക്ക്. ഇത് വരുമ്പോ എപ്പോഴും വലിയ പറയുന്നേക്കാ ഞരമ്പ് വലിയെന്ന്. ഇപ്പോഴല്ലേ നമുക്ക് ടെറ്റനസും ഒക്കെ വന്നേ, ഇംഗ്ലീഷൊക്കെ വന്നേ. പണ്ട് മലയാളം വലിയ പഴയ അമ്മമാർ വെല്ലുമിച്ചി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതാ ഞാൻ മാമിനോട് ചോദിച്ചാൽ അതാണോ? ലോക്ക് ജോ ഞാൻ കേട്ടിട്ടുണ്ട്. ലോക്ക് ജോ എന്ന് പറഞ്ഞ ടെറ്റനസിന്റെ വേറെ പേരാണ് കേട്ടിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അറിഞ്ഞൂടാ മലയാളത്തില് അത് ടെറ്റനസ് എന്ന് പറഞ്ഞാല്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്.
എന്താ സുഖ പറയണേ നമുക്ക് നോക്കാലോ. 1 മിനിറ്റ് കേട്ടോ. ഈ ഇത് ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം നമുക്ക് മുറിവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് ഇൻഫെക്റ്റ് ആവുന്നത്. നമ്മുടെ മുറിവിലൂടെ ടെറ്റനസിന്റെ ഇത് ഇൻഫെക്ഷൻ നമ്മുടെ ആ മുറിവിലൂടെയാണ് എന്ത് കയറുന്നത്, ഇൻഫെക്ഷൻ കയറുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു എക്സാമ്പിൾ ഒന്നല്ല. കഴിഞ്ഞ കൊറോണ സമയത്ത് എന്റെ വീടിനടുത്ത് ചേട്ടൻ ആളെ എപ്പോഴും സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നില്ല. അപ്പൊ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പ അദ്ദേഹം വന്നപ്പ 2-3 മാസമല്ല, ഒരു 6 മാസം കഴിഞ്ഞൊക്കെ നമ്മള് എല്ലാവരെയും കണ്ടൊക്കെ തുടങ്ങി വന്നപ്പ അദ്ദേഹത്തിന്റെ കാല് മുറിച്ച് കളഞ്ഞു, ഒരു കാല് മുറിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന്. എന്റെ പൊന്നു മോളെ, ഒരു കുപ്പിച്ചില് കയറിയതാണ് കാലില്. ആ കാലിന് അവർക്ക് ജോലി എന്താണെന്ന് അറിയാവോ? ചേട്ടന് പശുവാണ് വീട്ടില്, കുറച്ച് പശു ഉണ്ട്, അതിന് നോക്കാം, അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം, അതേപോലെ തന്നെ പാല് കറക്കുക, സൊസൈറ്റി കൊടുക്കുക, അങ്ങനെയായിരുന്നു അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചേട്ടന്റെ കാല് മുറിച്ച് കളഞ്ഞപ്പോ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ പൊന്നുമോളെ ഒരു കുപ്പിച്ചില് കയറിയതാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല, കുപ്പിച്ചില് അല്ലേ, മുറിവല്ലേ. നമ്മൾ എന്ത് ചെയ്തു, അത് കെട്ടി വെച്ചിട്ട് ഞാൻ പണിയെടുത്തു. കൊറോണയൊക്കെ ആയിരുന്നില്ലേ ആ സമയത്ത്, എങ്ങനെ പോകാനോ ഹോസ്പിറ്റലിൽ പേടിച്ചിട്ട് ഞാൻ പോയില്ല, ഞാൻ വാക്സിൻ ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞിട്ടാ. പക്ഷെ ആ ചേട്ടന് അവിടെ നിന്ന് പഴുപ്പ് കയറാൻ തുടങ്ങി, കാലുമ ഇൻഫെക്റ്റഡ് ആയി. ഈ പറഞ്ഞ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വന്നു. അത് കണ്ടുപിടിക്കുന്നത് ഈ കൊറോണയൊക്കെ കഴിഞ്ഞ സമയത്ത് അത്രയും നീരും പഴുപ്പൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഇതാണ് അസുഖം. ഇനി ഇത് മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ, ഇവിടെ വെച്ച് മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് ബോഡിയിലേക്ക് കയറും, നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ അവർ വേഗം അതെന്ത് ചെയ്തു, റിമൂവ് ചെയ്ത് കളഞ്ഞു. നമ്മൾ വിചാരിക്കും ചെറിയൊരു മുറിവല്ലേന്ന്. അത് നിസ്സാരം ഒരു കുപ്പിച്ചില് കയറി കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് പൊട്ടിയ കുപ്പിച്ചില് കയറി കഴിഞ്ഞിട്ട് വന്ന ഒരു പ്രശ്നമായിരുന്നു ആ ചേട്ടന്. അത് ശ്രദ്ധിക്കാതെ അത് തന്നെ വെച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ അസുഖം കൂടി. ഡിഫറൻസ് ഇൻ മസിൽസ്, അതേപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിനൊക്കെ അത് ബാധിക്കും, പെയിൻഫുൾ ആണ്. പിന്നെ ഹെഡ് ഏക്ക്, ഫീവർ, പിന്നെ സ്വെല്ലിങ്, അങ്ങനെ വീർത്തൊക്കെ വരും. ചേഞ്ച് ഇൻ ബ്ലഡ് പ്രഷർ ആൻഡ് റെസ്പിറേഷൻ, നമ്മുടെ ബ്ലഡ് പ്രഷർ റെസ്പിറേഷനൊക്കെ ഇത് കൂടുതലായിട്ട് എന്ത് ചെയ്യും, വളരെയധികം ബാധിക്കും. നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് നല്ല രീതിയിൽ ആ മുറിവ് എന്ത് ചെയ്യണം, കെയർ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല ചേട്ടന് എന്തായിരുന്നു എന്ന്, പശുവിനൊക്കെ നോക്കുന്നതാണ്. ഈ ടെറ്റനസിന്റെ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയ ഈ പറഞ്ഞിട്ടുള്ള ചാണകം ഉണ്ടല്ലോ, കൗ ഡങ്, ഹോഴ്സ് ഡങ്ങിലൊക്കെ ഓൾറെഡി ഉണ്ട്, ചാണകത്തിലുണ്ട്. നമ്മൾ പറയുന്ന ഈ കൗ ഡങ്ങിൽ ഓൾറെഡി ഉണ്ട്. അതുവഴിയായിരുന്നു ആ ചേട്ടൻ അത് സ്പ്രെഡ് ചെയ്തേട്ടാ. നമുക്ക് ഒരു മുറിവ് സംഭവിച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് ടെറ്റനസ് വന്നില്ല, അയാൾക്ക് വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കൂലേ? അയാള് ഈ പശുവിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കും, തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്യും. ആലോചിച്ചില്ല ഈ കൗഡങ്ങിൽ, അറിഞ്ഞുകൂടായിരുന്നു ഈ കൗഡങ്ങിൽ എന്തുണ്ടെന്ന്, ഈ ടെറ്റനസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൂടായിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചാണ്. ഇപ്പൊ ആള് പശുവിന്റെ കാര്യങ്ങള് ഒറ്റയ്ക്ക് പറ്റിയാലോ, അതൊക്കെ നിർത്തിയിട്ട് ലോട്ടറി കച്ചവടമാണ്. ഓരോ അസുഖങ്ങള് നമ്മള് ശ്രദ്ധിക്കാതെ വന്ന അല്ലെങ്കിൽ കെയർ ചെയ്യാതെ വന്ന ഒരു അസുഖമാണത്. The germs enter the body through injury. It act on nervous system. നമ്മുടെ ബോഡിയിൽ ഇഞ്ചുറീസ് വഴിയാണ് ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് ഇൻഫെക്റ്റ് ആവുന്നത്. ഇത് നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യും. ഇൻഡിഫറൻസ് ഇൻ മസിൽസ് ഈസ് പ്രൈമറി സിംറ്റംസ്. നമ്മുടെ മസിൽസിൽ ഇൻഡിഫറൻസ് വരും, നമുക്ക് മസിൽസ് മൂവ് ചെയ്യാനൊക്കെ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരും. The muscles make spinning difficult and even the patient will not able to breathe in advanced condition. നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ മടക്കാനും നമുക്ക് കൈയൊക്കെ മടക്കാനൊക്കെ പറ്റുന്നില്ല, അല്ലെങ്കിൽ കാലൊക്കെ മടക്കാനൊക്കെ പറ്റുന്നില്ല, അങ്ങനെയൊന്നും പറ്റാത്തൊരവസ്ഥ. കുറെ അഡ്വാൻസ്ഡ് കണ്ടീഷൻ ആവുമ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് ശ്വസിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു അസുഖത്തിലേക്ക് വരും. The bacteria that cause this disease grow in cow dung and horse dung. ഈ അസുഖം വരുത്തുന്ന ബാക്ടീരിയ ഈ പറഞ്ഞുള്ള കൗഡങ്ങിലും ഹോസ് ഡങ്ങിലും അതൊക്കെ ഉണ്ട്, ചാണകത്തിലൊക്കെ ഉണ്ട്. ഈവൻ സ്മോൾ വൂണ്ട്, ചെറിയൊരു മുറിവ്, ഒരു മുട്ടുസൂചി
കൊണ്ട് വന്നിട്ടുള്ള ഒരു മുറിവാണെങ്കിൽ പോലും ഈ ബാക്ടീരിയ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് അത്രയും മതി അതിന്. ഈവൻ സ്മോൾ വോണ്ട് ഷുഡ് ബി കെയർഡ് ബിഫോർ പ്രോപ്പർലി. നമുക്ക് ചെറിയൊരു മുറിവാണെങ്കിൽ പോലും നല്ല ശ്രദ്ധയോടെ അത് കെയർ ചെയ്യണം. കുട്ടികളുടെ കാര്യത്തിലും പ്രത്യേകിച്ച് കാലുമൊക്കെ മുറിവുണ്ടെങ്കിൽ ബാൻഡേജ് ചെയ്ത് വേണം അവരെ പറമ്പിലേക്കോ പ്ലേ ഗ്രൗണ്ടിലൊക്കെ എവിടെയായാലും വിടാനായിട്ട്. കാരണം ഈ പറഞ്ഞ പ്ലേ ഗ്രൗണ്ടിലൊക്കെ അടുത്ത ആൾക്കാരും പുല്ലൊക്കെ ഉണ്ടെങ്കിൽ പുല്ലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പശുവിനും എന്തിനേലും കുടകൾ കെട്ടാറൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ചാണകങ്ങള് ഈ കൗടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മണ്ണിലേക്ക് ഈ പറഞ്ഞ ബാക്ടീരിയ കയറാനും കുട്ടികളുടെ മുറിയിലേക്ക് അത് ഇൻഫെക്റ്റഡ് ആവാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ, 3 അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞു. ബൂഫിംഗ് കഫ്, ഡിഫ്തീരിയ, ടെറ്റനസ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിട്ടോ 3 അസുഖങ്ങളെ കുറിച്ചും. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? ചോദിച്ചോടാ. ഈ ടെറ്റനസിൽ മാം പുറത്തുനിന്ന് മാമിന്റെ നോട്ടിൽ നിന്ന് വായിച്ച സിംറ്റംസിൽ ഫീവറും ഹെഡേക്കും വരുന്നുണ്ടോ? ഇൻക്ലൂഡഡ് ആണോ? ഏതാണ്? ഈ ടെറ്റനസില് വരുന്നുണ്ട്, ഫീവറും ഹെഡേക്കും. അപ്പൊ അത് നോട്ട് ചെയ്യാലോ? ശരി, ഓക്കെ മാം, താങ്ക് യു. ഞാൻ നോട്ട് ഉണ്ട്. നോട്ട് ചില കാര്യങ്ങൾ പറയുമ്പോ തന്നെ അത് എഴുതിയെടുക്കട്ടെ, ഇതേപോലെ എഴുതി വെച്ചോ. കാരണം ഇതിന്റെ സിംറ്റംസ് പറഞ്ഞിട്ടില്ല. ടെറ്റനസിന്റെ മസിൽ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ പെയിൻഫുൾ മസിൽ സ്റ്റിഫ്നെസ്, അങ്ങനെ മസിൽസിനെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് മാത്രമേ ഇതില് ഈ ഒരു പീഡിയഫിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഫീവർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഹെഡേക്ക് വരുന്നുണ്ട്, സ്വെല്ലിങ്, നീര് പോലെ വരും, മന്തൊക്കെ വരുന്ന പോലത്തെ നീര് വരും, കാലുകൾ നീര് വരും, അതേപോലെ ബ്ലഡ് പ്രഷറിൽ മാറ്റം വരുന്നുണ്ട്. നമ്മൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യാം. മുറിവുകൾ എന്ത് ചെയ്യാം, ബാൻഡേജ് ചെയ്ത് വെക്കാം. നല്ല രീതിയിൽ വാഷ് ചെയ്യുന്ന വെച്ചാൽ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ബാൻഡേജ് കെട്ടിക്കൊടുത്തോ. കളിക്കാൻ പോകണമെങ്കിൽ ബാൻഡേജ് വച്ചിട്ട് പോയാൽ മതി. അതേപോലെ കാലുകൾ മുറിവുള്ള കുട്ടികളൊന്നും കളിക്കാനൊന്നും വിടണ്ട. നമ്മള് ക്ലാസ്സിലാവുമ്പോൾ ശ്രദ്ധിക്കാം. കാലുകൾ മുറിവൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അവരെ വിടരുത്. നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നേഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാവും. ആ നേഴ്സിംഗ് സ്റ്റാഫിനോട് പറഞ്ഞാൽ കെയർ ആയിട്ട് നല്ല രീതിയിൽ ബാൻഡേജ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയാം. ഇനി അങ്ങനെ ഒരു സ്റ്റാഫ് ഇല്ലെങ്കിൽ നമ്മള് തന്നെ കുട്ടിനെ നല്ല രീതിയിൽ ബാൻഡേജ് ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ഉണ്ടാവും സ്കൂളുകളിൽ, നിർബന്ധമാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവും. അതിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കാം. നമുക്കൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് TT എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാമോ? TT എടുത്ത് തുടങ്ങുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങും നമ്മള് TT എടുക്കാനായിട്ട്. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ 2 പ്രാവശ്യം എടുക്കുന്നുണ്ട് TT ഇല്ലേ? ആദ്യത്തെ 3 മാസത്തിലും 3-ാമത്തെ മാസവും 5-ാമത്തെ മാസവും അങ്ങനെയല്ലേ വാക്സിൻ എടുക്കാം, TT എടുക്കാം. അതെ അതെ അതെ, 2.5 മാസത്തിൽ എടുക്കുന്നുണ്ട്. 2.5 മാസം കഴിഞ്ഞു. ഗവൺമെന്റിൽ അങ്ങനെയല്ലേ മാം പറയണേ? പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ആ സമയം തന്നെ TT എടുക്കണം എന്നാ പറയണേ. 3 മാസത്തിനുള്ളിൽ എടുക്കണം, 5 മാസത്തും. എന്റേത് 2-7 മാസത്തിന്റെ ഇടവേളയിലാണ് എടുത്തത്. ഞാന് ഇവിടെ ഖത്തറിലാണ് പ്രഗ്നന്റ് ആയിട്ടുണ്ടായേ. അപ്പൊ 7 മാസം കഴിഞ്ഞ ശേഷം നാട്ടിൽ പോയെ. ആ ടൈമാണ് എന്റെ 2 TT എടുത്തത്. ഇവിടുന്ന് TT എടുക്കില്ല, നാട്ടിൽ പോയതിനു ശേഷം 2 TT എടുത്ത്. അത് ഒരു ഡിഫറെന്റ് കേസ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ബാക്കി എല്ലാവർക്കും 3 മാസത്തിനുള്ളിലും അതേപോലെ തന്നെ 5 മാസത്തിനുള്ളിലാണ് എടുക്കുന്നത്. അതേപോലെ എന്റെ കേസില് 2ാമതും അടുപ്പിച്ചായിരുന്നു പ്രഗ്നന്റ് ആയത് ഞാൻ. അപ്പൊ എനിക്ക് 2ാമത് TT എടുത്തത് 5-ാം മാസത്തിൽ ഒരു ബൂസ്റ്റർ ഡോസ് ആണ് എടുത്തത്. TTയുടെ ബൂസ്റ്റർ ഡോസ് ആണ് എടുത്തത്. 2 TT 2ാമത് റിപ്പീറ്റ് ചെയ്തെടുത്തില്ല, കാരണം അത്രയും സമയം. ഓക്കെ മോനെ, അത് നോക്കിക്കോ കേട്ടോ. ക്ലാസ് കഴിഞ്ഞു. അപ്പൊ ആ TTയുടെ കാര്യം ഒന്ന് നോക്കാം. അതേപോലെ 1.5 വയസ്സില് കുട്ടികൾ 1.5 മാസത്തിൽ TT കൊടുക്കുന്നുണ്ട്. എത്രയാണ്? 1.5 മാസത്തില് 1.5 മന്തിൽ ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 2.5 മന്ത്സില് സെക്കൻഡ് ഡോസ് കൊടുക്കുന്നുണ്ട്. ആക്ടിവിറ്റി ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. 3.5 മാസത്തിൽ പിന്നെ 3.5 മാസമുള്ള അതെ PTA എന്ന് പറയുന്ന വാക്സിൻ കൊടുക്കുന്നുണ്ട്. 5 ഇയേഴ്സിലും 10 വയസ്സാകുമ്പോഴും TT എടുക്കുന്നുണ്ട്. ഇത്രയും TTs കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ടെക്സ്നസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഈ ടിടിയുടെ കാര്യങ്ങളും ഓരോ അസുഖങ്ങൾക്ക് എടുക്കുന്ന വാക്സിന്റെ കാര്യങ്ങളും നമുക്കൊരു അസൈൻമെന്റ് രൂപത്തിൽ ചെയ്യാട്ടോ. അത് അങ്ങനെ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് പോർഷൻ എത്തിയതിനു ശേഷം നമുക്ക് ആ വാക്സിൻസിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു അസൈൻമെന്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഏതൊക്കെ മാസത്തിൽ ഏതൊക്കെ ടി ടി ആണ് എടുക്കേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് കണ്ടുപിടിച്ച് വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയട്ടെ പറഞ്ഞോടാ. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ പറയട്ടെ മാം. അസൈൻമെന്റ് അല്ലേ മാഡം? സൈൻ ഔട്ട് പറഞ്ഞോട്ടോ. Every successful person has a painful story. Every painful story has a successful ending. Accept the pain and get ready for success. Thank you, ma'am, for your wonderful class. Thank you, my dear friends. Sign out by Geetu Srikumar from Trivandrum. Okay, thank you, da. Say thank you. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.